നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളല്ലാതെ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേഴ്സൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേഴ്സൺ അവരുടെ ലൈഫിലുണ്ടോ? അതായത് നിങ്ങളോടൊപ്പം തന്നെയാണോ അവർ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ തന്നെയാണോ അവരുടെ ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാൾ എന്നുള്ള അങ്ങനെ എന്തൊരു തീരുമാനമാണ് അവരുടെ മനസ്സിലുള്ളത്? നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, ഏതൊരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് റീഡിങ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ റീഡിങ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് കാണാം. ഓക്കെ, പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്, എയ്റ്റ് ഓഫ് കപ്സ് ആണ്, ടു ഓഫ് സോർഡ്സ്, ദ ഹൈ പ്രീസ്റ്റസ്, ദ ലവേഴ്സ്, ദ ചാരിയറ്റ്, ത്രീ ഓഫ് പെന്റിക്കിൾസ്, Queen of Cups, the Tower card, Two of Cups, Ten of Swords, Knight of Cups, the Sun card, Ace of Cups, Death, Three of Swords, Three of Cups. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാർഡാണിത്. അത്രയും നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു അത്രയും രണ്ടുപേരും പരസ്പരം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോവാൻ സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ സൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ട്രൂത്ത്ഫുൾ ആണ്, അവർ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്ന ഈ റിലേഷനിൽ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ അവർ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത്, അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളോടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് ഇമോഷണലി ഫിസിക്കലി എല്ലാ രീതിയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫുള്ളി അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളത് ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കാര്യമല്ലേ ആദ്യം പറയേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്, നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങളോട് മാത്രമാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം
ഈ ഒരു ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് മറ്റൊരാളോട് ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരാളെ കാണുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ പോകുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പേഴ്സണെ കാണുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറൊരു പേഴ്സൺ, അതായത് ഇവരുടെ കൂടെ ഇവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ, അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഒരു പേഴ്സൺ, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരാൾക്ക്, അങ്ങനെ ഒരാൾക്ക് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. അവിടെ അവർ ഒരിക്കലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ ഇല്ല. അവരൊരു ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജി പറയുമ്പോൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമാണ്, അല്ലാതെ അത് ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷനോ സ്നേഹബന്ധമോ അല്ല. അവിടെ അവർ ഒരു പുറത്തൊരാളെ കാണുന്ന പോലെ, അവരോട് അറ്റാച്ച്മെൻ്റ് ഉള്ള പോലെ മാത്രമാണ് അവരവിടെ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഇവർ സത്യത്തിൽ നിങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതോ ആ ഒരു പേഴ്സൺ ആണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കരുതുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു എൻഡിങ്ങിലോട്ട് ദ ടവർ മൊമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് കാർഡ്, ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് ഒരു എൻഡിങ്, കംപ്ലീറ്റ്ലി എൻഡ് ചെയ്തു പോയി ഈ റിലേഷൻ. ഇനി ഈ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലോട്ട് തിരിച്ച് വരില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. കാരണം ഇപ്പോഴൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ഈ കൺഫ്യൂഷനിലാണ്, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മറ്റൊരാളാണ്, അതുകൊണ്ടാണ് എന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ വിട്ടുപോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയിപ്പോയി എന്നുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ പക്ഷേ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ചിലർക്ക് അവരുടെ ഫാമിലി ആയിരിക്കാം ഈ തേർഡ് പാർട്ടി ആയി നിൽക്കുന്നത്. ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നത് 2-3 പേരടങ്ങുന്ന ആളുകൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, അച്ഛനമ്മ അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അപ്പോൾ 2-3 പേരടങ്ങുന്ന ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരാണ് എന്നുള്ളൊരു ചിന്ത നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കാർഡ് 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനോടാണ് ഇഷ്ടം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ചിന്ത നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഇവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റുള്ളവരാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഇവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവർ അത്രയും വിഷമത്തിലാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. അവരുടെ സ്നേഹത്തിൽ നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അവരുടെ ലൈഫിൽ നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ് അവർക്ക് അത്രയും ഇമോഷണലി അറ്റാച്ച്മെൻറ്റും സ്നേഹവും കണക്ഷനും ഒക്കെ തോന്നിയിട്ടുള്ള ഒരാൾ. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഇവർ ഫ്രണ്ട്സിനോടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരോടായിരിക്കാം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ കരിയറായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനും നിങ്ങൾ അവരോട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ആയിപ്പോയി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർ അതിൻ്റെ ബേസിസിൽ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടാണ് ഇവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ എൻഡ് ആയി എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ശരിക്കും ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടോ, ഞാൻ തന്നെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷനാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു കണക്ഷനാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിലേഷൻഷിപ്പിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. സൂൺ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ കാർഡാണിത്. ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവരിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് എത്രയും ബെറ്റർ ആക്കി കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ഓക്കെ, ബെസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. അവരുടെ ഒന്നുകൂടി നന്നാക്കിയിട്ട്, അതായത് അവർ ആദ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ
ഫസ്റ്റ് അവരെങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്, എത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടാണോ നിന്നിട്ടുള്ളത്, അതേ അറ്റാച്ച്മെൻറ്റോട് കൂടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഐ ലവ് യു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കാർമിക് ബാറ്റിൽസ് എന്നാണ്, ഒരു കർമ്മ ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ തമ്മിലൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോയിട്ടുള്ളത്, ഒരു നോ കോണ്ടാക്റ്റിലോട്ട് പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഫോളോ യുവർ ബ്ലിസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലായാലും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സമയത്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ്റെ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ റീയൂണിയനിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു റീയൂണിയൻ ഉണ്ടാവുക എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഡേ ഡ്രീം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ പകൽ പോലും നിങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. നീഡ് യു എന്നാണ് പറയുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അവർക്ക് വേണം. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. അബൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അബൻഡൻസ് ഉണ്ടാവാൻ പോകുന്നു, ഒരു സമൃദ്ധി അല്ലെങ്കിൽ സന്തോഷം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിയൂണിയനിലോട്ട് പോകുമ്പോൾ അവിടെ സമൃദ്ധി, സന്തോഷം എല്ലാം വരും. ഓക്കെ, റീകൺസിഡർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിഡർ ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ ചേഞ്ചസ് വരുന്നു, മാറ്റങ്ങൾ വരുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ ആ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോവരുത് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ പേഴ്സണ് എന്നോട് സ്നേഹമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്, നിങ്ങൾ ഈ പേഴ്സൺ ഡൗട്ട്ഫുൾ ആയിട്ട് കാണുക, അങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ പുറത്താണ് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നത്. നിങ്ങളോട് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി വിട്ടു പോകരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. തിരുവാതിര, ജനുവരി 2000, ലെറ്റർ സി, ഡിസംബർ, ഫെബ്രുവരി, ലെറ്റർ വൈ 1993, ലെറ്റർ ഇ 1994, മൂലം, ഒക്ടോബർ, ചോതി, ഭരണി 1991, മാർച്ച്, മകീര്യം 1985. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.